പക്ഷെ അതാണോ ഗൗരവം? അല്ല, അതിനേക്കാൾ ഗൗരവപ്പെട്ടുണ്ട്. അത് പറയാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ മാധ്യമത്തിൽ പേജില്ല, അതുപോലെ പ്രബോധനത്തിൽ പേജില്ല, അവരുടെ വീക്കിലികളിലോ മാസികകളിലോ പ്രസിദ്ധീകരണങ്ങളിലോ പേജില്ല, സ്റ്റേജില്ല, മഷിയില്ല, ഒന്നുമില്ല. 300 മില്ലി രക്തം കൈവറ്റിയ മാഷിക്ക് കൊടുത്ത് അല്ലേ, 30 കോടി ഗ്യാലൻ മഷി. അത് സംഭവം എഴുതാൻ വേണ്ടി ഉപയോഗിച്ചു. സകല പത്രത്തിലും സകല സ്ഥലത്തും ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മാധ്യമത്തിലെ ലേഖനം, ഞങ്ങൾ 300 മില്ലി രക്തം കൊടുത്തു എന്ന് പറഞ്ഞു. അതിങ്ങനെ പുകഴ്ത്തി പറയാം. അതല്ല, മറിച്ച് സഹോദരങ്ങളെ, മനുഷ്യർക്ക് കൃത്യമായി തൗഹീദ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മക്കയിൽ ഇനി ഞാൻ പറയണ പോയിന്റ്, മുജാഹിദ് പ്രസ്ഥാനത്തെ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരോട്, ഈ ഭൂമിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുജാഹിദ് പ്രബോധകരിൽ ഒരു എളിയ പ്രബോധകൻ എന്ന നിലക്ക് സമസ്തക്കാരെന്താ വിചാരിക്കോ, കാന്തപുരം ഉസ്താദിനാ ഞങ്ങളോട് ഏറ്റവും സ്നേഹം. ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളി, ഒരൊറ്റ സഖാഫിക്കും ഒരൊറ്റ പൈസയ്ക്കും ഒരൊറ്റ ധാർമ്മിക്കും നിങ്ങൾക്ക് ശിർക്ക് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിനും നിങ്ങളോട് സ്നേഹമില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കുന്നത് അവരായിരുന്നു. ഇത് നിങ്ങൾക്ക് എപ്പോ മനസ്സിലാവുമെന്ന് വെച്ചാൽ ആഖിറത്തിലെത്തി. എന്നാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാരായിരുന്നു എന്ന് പരലോകത്ത് നിങ്ങൾ തിരിച്ചറിയും. പക്ഷെ അന്ന് റിട്ടേൺ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കല്ലെറിയുമ്പോഴും നിങ്ങൾ കുക്കുപിടിക്കുമ്പോഴും കേരളത്തിൽ പലയിടങ്ങളിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കുമ്പോഴും ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത്? ശാന്തമായി, സമാധാന ചിത്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. എന്തിനാത്? നിങ്ങളുടെ മോചനം. വയാ ഖൗമി മാലിയദൂകും മിനൻ നജാത്ത് വതദഊനനി ഇലന്നാർ. ജനങ്ങളെ, ഞങ്ങൾ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളാകട്ടെ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. ഖുർആനിലെ 40-ാം അധ്യായം 41-ാമത്തെ വചനമാണ്. വയാ ഖൗമി മാലിയദൂകും മിനൻ നജാത്ത് വതദഊനനി ഇലന്നാർ. നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുമ്പോ ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനിയോ, മുസ്ലിം സമുദായത്തിൽ മുജാഹിദുകൾ ശിർക്ക് ആരോപിക്കുന്നു. ആണോ? ഞങ്ങളെ മുശ്രിക്കാക്കി എന്ന് ഭാഷാപരമായി തന്നെ തെറ്റാണ്. മുശ്രിക്കാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എന്നെ അല്ലേ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞാൽ ഒരാളെ ശിർക്ക് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണോ? ശിർക്ക് ചൂണ്ടിക്കാണിക്കണം. നിങ്ങളെ മുശ്രിക്കാക്കി നിങ്ങളുടെ ഉസ്താദുമാരാ, ഞങ്ങളല്ല. നിങ്ങളെ മുശ്രിക്കാക്കിയതും വിദഗ്ധകാരാക്കിയതും നിങ്ങളുടെ ഉസ്താദുമാരാണ്. ഞങ്ങളോ അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ രക്ഷകരാണ്. ഞങ്ങൾ ആരെയും ഒരൊറ്റ മനുഷ്യനും മുശ്രിക്കാകരുത് എന്നാ ഞങ്ങളുടെ നേട്ടം. അതിനുവേണ്ടിയാ ഞങ്ങൾ ജീവിക്കുന്നത്, അതിനുവേണ്ടിയാ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. രാവും പകലും മറന്ന് നൂഹ് നബി പറഞ്ഞ പോലെ, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. പടച്ചോനെ, രാവെന്ന വ്യത്യാസമില്ലാതെ പകലെന്ന വ്യത്യാസമില്ലാതെ ഞാൻ അവരെ ക്ഷണിച്ചു റബ്ബേ. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ ഇല്ല. അവരിത് കേൾക്കാൻ സന്നദ്ധരായില്ല. അവർ പുറംതിരിഞ്ഞ് ഓടിക്കളയുകയാണ് റബ്ബേ എന്ന് നൂഹ് അലൈഹിസ്സലാം 71-ാം അധ്യായം 5-6 വചനങ്ങളിൽ പറഞ്ഞ പോലെ, രാവെന്ന വ്യത്യാസമില്ല, പകലെന്ന വ്യത്യാസമില്ല, കടലോരം എന്ന വ്യത്യാസമില്ല, ഗ്രാമമെന്ന വ്യത്യാസമില്ല, പട്ടണമെന്ന വ്യത്യാസമില്ല, സ്കൂളുകൾ എന്ന വ്യത്യാസമില്ല, കോളേജുകൾ എന്ന വ്യത്യാസമില്ല. പ്രോഫ്കോണിലൂടെ, സമ്മേളനത്തിലൂടെ, സാൽവേഷനിലൂടെ, ക്യാമ്പയിനിലൂടെ, കുടുംബസംഗമത്തിലൂടെ, അറിവ് സ്നേഹ സമാധാനമാണ് എന്ന സമ്മേളനത്തിലൂടെ ഗ്രാമങ്ങൾ ചലിക്കണം, പട്ടണങ്ങൾ ചലിക്കണം, മനുഷ്യര് നന്നാവണം. അതിനാ മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് ഒന്നാമതായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. മക്കാ മുശ്രിക്കുകൾ അവരല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ആളുകൾ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ മുശ്രിക്കാകണമെങ്കിൽ അവൻ അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ പങ്കു ചേർക്കുന്നവനെയാണ് അറബിയിൽ മുശ്രിക്ക് എന്ന് പറയാ. അല്ല ഇല്ല എന്ന് പറയുന്നവൻ കാഫിറാണ്. അല്ല ഇല്ല എന്ന് പറയുന്നവൻ കാഫിറാണ്. അല്ലയുണ്ട് എന്ന് വിശ്വസിക്കുകയും അവനിൽ പങ്കു ചേർക്കുകയും ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന സ്ഥാനപ്പേരാണ് മുശ്രിക്ക്. അല്ലാഹുവിൽ വിശ്വസിക്കാതെ ഒരാളും മുശ്രിക്കാവുകയില്ല. കാരണം മുശ്രിക്ക് എന്ന പദത്തിന്റെ അർത്ഥം പങ്കു ചേർക്കുന്നവൻ എന്നാണ്.
പങ്കു ചേർക്കുന്നവനെന്നാണ്. ആരിലാ പങ്കു ചേർക്കുന്നത്? അള്ളാഹുവിലാ പങ്കു ചേർക്കുന്നത്. അതുകൊണ്ടാ സഹീഹ് മുസ്ലിം അടിവരയിട്ടോ മൗലികമായ പോയിന്റാണ്. ഇന്ന് ചെന്നിട്ട് ഉസ്താദുമാരോട് ചോദിക്ക്, എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, സഹീഹ് മുസ്ലിമിൽ ഹജ്ജിന്റെ സമയത്ത് മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത് ഇങ്ങനെയുണ്ടോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നോക്കൂ, ഇല്ല ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. സഹീഹ് മുസ്ലിമിലാണ് ഈ വാചകമുള്ളത്. അല്ലാഹുവേ, മക്കയിലെ മുശ്രിക്കുകൾ പറയാ, മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത് എന്ന പേരിലാ ഇത് അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി പഠിപ്പിച്ച മുഅ്മിനുകളുടെ തൽബിയത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. മക്കാ മുശ്രിക്കുകളുടെ വ്യത്യാസം എന്താ? അതിന്റെ തുടക്കം ഒന്നാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. പടച്ചവനെ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു റബ്ബേ, നിനക്ക് പങ്കുകാരില്ല റബ്ബേ. നോക്കണേ, പക്ഷേ നിനക്ക് ചില കൂറുകാരുണ്ട്. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചവനെ, നിനക്കൊരു തരത്തിലുള്ള കൂറുകാരുണ്ട്, ഒരു പങ്കുകാരുണ്ട്. ആ പങ്കുകാര് സ്വയം പര്യാപ്തരല്ല. എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരെ, നിങ്ങളുടെ വാദം എന്താ? അവർ സ്വയം പര്യാപ്തരല്ല. മക്കാ മുശ്രിക്കുകളുടെ വാദം, ഇല്ലാ ശരീകൻ ഹുവ ലക, അവരൊക്കെ നിനക്കുള്ളതാണ്. തംലികുഹു വമാ മലക, അവരെന്തൊക്കെ അധീനപ്പെടുത്തിയിട്ടുണ്ടോ, അവർക്കെന്തൊക്കെ കഴിവുണ്ടോ, അവർക്കെന്തൊക്കെ സിദ്ധിയുണ്ടോ, അതൊന്നും അവരുടെ വകയല്ല, അതൊന്നും അവർക്കാർക്കും സ്വന്തമായുള്ളതല്ല. ലോകൈകനാഥ, നീ കൊടുത്തതാണ്. ലോകൈക തമ്പുരാനെ, നീ കൊടുത്തതാണ്. ചിന്തിക്കണം, പടച്ചവനെ, നീ കൊടുത്തതാണ്. എന്നിട്ടും അവരെന്തുകൊണ്ട് മുശ്രിക്കായി? എന്റെ ബഷീറേ, എന്റെ സുബൈറേ, എന്റെ ആമിനത്ത, ആയിഷത്ത വീട്ടിലിരുന്ന് ഇതൊന്ന് കേട്ടിട്ട് ഒന്ന് ചിന്തിക്കണേ. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. മണ്ണാർക്കാട് വാദപ്രതിവാദം. ആ മണ്ണാർക്കാട് വാദപ്രതിവാദത്തിൽ സക്കരിയ തുലായി, സുലൈമാൻ സഖാഫി മാളിയക്കലിനോട്, അലവി സഖാഫി കൊളത്തൂരിനോട് ആവർത്തിച്ച് 9 മണിക്കൂർ ദൈർഘ്യമേറിയ വാദപ്രതിവാദത്തിൽ ഈ സഹീഹ് മുസ്ലിമിലെ തൽബിയത്ത് ഉദ്ധരിച്ചിട്ട് അറിയുമോ നിങ്ങൾക്ക്? കമാ എന്നൊരക്ഷരം സഖാഫിമാര് പറഞ്ഞില്ല. അവരെന്താ പറഞ്ഞത്? ഈ ആളുകൾ, ഇബ്രാഹിം നബി സ്വയം പര്യാപ്തനാണ്, ഇസ്മായിൽ നബി സ്വയം പര്യാപ്തനാണ്, ലാത്ത സ്വയം പര്യാപ്തരാണെന്നല്ല. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ബഷീർ സഖാഫി പറയുന്ന അതേ കാര്യം. പടച്ചവനെ, മൊയ്തീൻ ശൈഖിന് സ്വന്തമായി കഴിവില്ല, നീ കൊടുത്തതാണ്. അബൂജഹലും പറയുന്നു, ലാത്തക്ക് സ്വന്തമായി കഴിവില്ല, നീ കൊടുത്തതാണ്. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹിദായത്ത് തരാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കരുതുകയല്ലാതെ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. സ്വന്തം മൂത്താപ്പാക്ക് ഹിദായത്ത് കൊടുക്കാൻ റസൂലുള്ളാഹിക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് 28-ാം അധ്യായം 56-ൽ അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് മുത്തു മുസൽമാനെ, നീ ആലോചിക്കണം. എന്താ ആലോചിക്കേണ്ടത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചവനെ, അവർക്ക് സ്വന്തമായി കഴിവില്ല റബ്ബേ. നീ കൊടുത്ത കഴിവിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് എന്നെ എറണാകുളത്ത് നിന്ന് ഒരു AP സുന്നി സഹോദരൻ വിളിച്ചിട്ട്, ബാലുശ്ശേരി, ഞങ്ങൾ നിങ്ങളുടെ കേസറ്റ് കേൾക്കുമ്പോ ഞങ്ങളവരെ ഇലാഹായി കാണുന്നില്ല, അല്ല കൊടുത്ത കഴിവാണ്. സ്വന്തമായി അവർക്ക് കഴിവില്ല. സ്വന്തമായി കഴിവുണ്ടെന്ന് അബൂജഹൽ വിശ്വസിച്ചില്ല, അബൂ സുഫിയാൻ വിശ്വസിച്ചില്ല, ലോകത്തൊരു മുശ്രിക്കും വിശ്വസിച്ചില്ല, ഹിന്ദു പോലും വിശ്വസിക്കുന്നില്ല. ഹിന്ദുധർമ്മ പരിചയം എന്ന് പറയുന്ന വിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട്. ശ്രീരാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിക്കുന്ന കെ പരമേശ്വരൻ പിള്ള എന്ന ഹിന്ദു ദാർശനികൻ എഴുതിയ മനോഹരമായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒന്നോ പലതോ എന്ന് പറഞ്ഞ് ഒരു ചാപ്റ്റർ ഉണ്ട്. 21-ാം അധ്യായം 148-ാമത്തെ പേജിൽ 3-ാമത്തെ പാരഗ്രാഫിൽ കെ പരമേശ്വരൻ പിള്ള പറയാട്ടോ,
ഞങ്ങൾ വിശ്വസിക്കുന്ന ദേവീദേവന്മാർക്ക്, ചിന്തിക്കണേ, ഞങ്ങൾ വിശ്വസിക്കുന്ന ദേവീദേവന്മാർക്ക് സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും അള്ളാഹു കഴിവ് കൊടുക്കണം. എങ്ങനെ? ഒരു പുല്ല് നീക്കാൻ ഞങ്ങളുടെ ദേവിക്കും ദേവനും അള്ളാഹ് കൊടുക്കണം. എങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ മെമ്പറാക്കിയിട്ട് കെ പരമേശ്വരൻ പിള്ളയെ സമസ്തക്കാർക്ക് ഉൾപ്പെടുത്താം. കാരണം നിങ്ങളെക്കാൾ ക്ഷേമമാണ് എന്താ, ഒരു പുൽക്കൊടി അടക്കണക്ക് പോലും അള്ളാഹ് കൊടുക്കണം. നേരെ മറിച്ച് മരിച്ചവർക്ക് ജീവനടിക്കാൻ മൊയ്തീൻ ശൈഖിന് അള്ളാന്റെ ആവശ്യമില്ല എന്നാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ നിങ്ങളെക്കാളും അഹ്ലു സുന്നയോട് യോജിക്കുക ഈ കിതാബ് ചെയ്ത മനുഷ്യനാണ്. ശ്രമിക്കണം വസ്തുത പോലെ പറയാൻ. ഏത് ഒരു ഖബർസ്ഥാനിൽ ചെന്നിട്ട് യാ ഫുലാൻ കും ബീദിനി, ഈസാ നബി പോലും ബീദിനില്ല എന്നാ ക്രിസ്ത്യാനികൾ പോലും പറഞ്ഞ. അങ്ങനെ അള്ളാന്റെ പെർമിഷനോടെ മരിച്ചോലെ ഈസാ നബി ജീവിച്ചു. മുസ്ലിങ്ങളോ സമസ്തക്കാർ പറയാ അള്ളാന്റെ ഒന്നും ആവശ്യമില്ല, മൊയ്തീൻ ശൈഖ് ആരാ മുതല് ഞങ്ങളുടെ വിചാരോ അല്ലെ? ഇങ്ങനെ ചിന്തിക്കുക, നമ്മള് ആലോചിക്കണം, ചിന്തിക്കണം. എവിടെയോ ഒരു തകരാറ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു തരം എന്താ പറയാ, ഒരു മരവിപ്പ്, ഒരറിവില്ലായ്മയുടെ പ്രശ്നം. ആ പ്രശ്നം നിങ്ങൾ ശരിക്കും, ഈ ഒരു പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇത് മക്കാ മുശ്രിക്കുകൾ ഓരോ വസ്തുത നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണം, നിങ്ങളത് ചിന്തിക്കണം. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇറാഖുവ മറക്കോ നിങ്ങള്? ഇല്ല, ഞാനും നിങ്ങളും മറക്കോ? ആ ഇറാഖുഹയിലാണ് നുബുവത്തിന്റെ തുടക്കം, ഒടുവിലത്തെ വഹിയുടെ തുടക്കം അവിടെയാണ്, അല്ലെ? ഒടുവിലത്തെ വഹിയുടെ തുടക്കം അവിടെയാണ്, ആ ഇറാഖുഹയിലാണ്, അല്ലെ? ആ ഇറാഖുഹയിൽ നുബുവത്ത് കിട്ടിയിട്ട്, അല്ലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല, വന്നത് ജിബ്രീലാണെന്ന് പോലും അറിയില്ല. എന്നിട്ട് ഓടുകയാണെന്ത്, ജമ്മിലൂനി യാ ഖദീജ, ജമ്മിലൂനി യാ ഖദീജ, ഖദീജ നീ എന്നെ പുതപ്പിട്ട് മൂട്. അനുസരണവതിയായ പുണ്യവതിയായ ഖദീജത്തുൽ കുബ്ര അനുസരണത്തിന്റെ മൂർത്തിമദ്ഭാവമാണ്. 3 സ്ത്രീകളാണ് സ്ത്രീത്വത്തിന്റെ പൂർണ്ണത പ്രാപിച്ചത് എന്ന് കള്ളം പറയാത്ത റസൂൽ. 1 മറിയം ബീവിയാണ്, 2 ആസിയ ബീവിയാണ്, 3 ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാൻ. ജമ്മിലൂനി അത് പറയേണ്ട താമസം, അനുസരിക്കുകയാണ്, കേൾക്കുകയാണ്, പഞ്ചപുച്ചമടക്കുകയാണ്, അതേ ജീവിതത്തിൽ പുഞ്ചിരിക്കുകയാണ്, നല്ല വചനമായി സ്വീകരിക്കുകയാണ്. അതാണ് ഖദീജയെ അല്ലാഹുവിന്റെ റസൂലിനെ 9 ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം റസൂലിനെ ഖദീജത്തുൽ കുബ്രയോടായിരുന്നു. എന്തേ കാരണം? അനുസരണമാണ് അവരുടെ മുഖമുദ്ര, കീയദുഃഖമാണ് അവരുടെ മുഖമുദ്ര. ഭർത്താവിനെ നിന്ദിക്കാൻ ഒരു നിമിഷം പോലും അവരൊരു അവസരം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഖദീജത്തുൽ കുബ്രയോട് ജമ്മിലൂനി യാ ഖദീജ, എന്റെ പൊന്ന് ഖദീജ നീ എന്നെ പുതപ്പിട്ട് മൂടുക ഖദീജ. അങ്ങനെ പുതപ്പിട്ട് മൂടി. ഇനി ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണം. അന്ന് നബിയായിട്ടില്ല, അഥവാ അന്ന് നബിയായിട്ടുണ്ടെങ്കിലും അന്ന് നബിയാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചിട്ടില്ല. വന്നത് ജിബ്രീലാണെന്നും അറിയില്ല. കാരണം അദ്ദേഹം അതിന് മുമ്പതായിട്ടില്ല, അദ്ദേഹം അത് പ്രതീക്ഷിച്ചിട്ടുമില്ല, അദ്ദേഹം അത് കാംക്ഷിച്ചിട്ടുമില്ല. അദ്ദേഹം അതിന് അർഹനായിരുന്നു, യോഗ്യനായിരുന്നു. എവിടെ വഹി നൽകണമെന്ന് അല്ലാഹു കൃത്യമായി അറിയുന്ന മഹാനുഭാവനായിരുന്നു. യാതൊരു സംശയവും അക്കാര്യത്തിലും നമുക്കില്ല. ആ റസൂലുള്ളാഹിനോട് ഖദീജ പറയുന്ന ആദ്യത്തെ വാക്ക് നിങ്ങൾ കേൾക്കണേ. അള്ളാഹിനെ പറ്റി ഖദീജ ബീവിക്ക് റസൂല് ക്ലാസ് എടുത്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അള്ളാഹിനെ പറ്റി ഖദീജയെ ആര് പഠിപ്പിച്ചു എന്നത് ശ്രദ്ധേയമായ പോയിന്റാണ്. ഹദീസ് ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിൽ തന്നെ കാണാം ഈ സംഭവം. ഖദീജ ബീവി പറയാണ്, ഇല്ല, എന്റെ ഭർത്താവ് എന്ന നിലയിലല്ല, അങ്ങയെ അല്ലാഹു കൈവിടുകയില്ല, അല്ലാഹുവാണേ സത്യം. ഖദീജ ബീവി പറയാ, ആരാണ് അല്ലാഹുവാണേ സത്യമെന്ന് സത്യം ചെയ്യാൻ ഖദീജ ബീവിയെ അല്ലാഹുവിനെ പഠിപ്പിച്ചതാരാ? നബിക്ക് മുമ്പ്. മാത്രവുമല്ല ഖദീജ ബീവി പറയാണ്, എന്ത്? അല്ലാഹു താങ്കളെ കൈവിടുകയില്ല, അല്ലാഹു താങ്കളെ കയ്യൊഴിയുകയില്ല. കാരണം അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നു, കുടുംബബന്ധം ചേർക്കുന്നവരെ അല്ലാഹുക്ക് പെരുത്ത് ഇഷ്ടമാണ് എന്ന മെസ്സേജ് ഖദീജ ബീവി ഏത് മദ്രസയിൽ നിന്നാ പഠിച്ചത്? സമസ്തക്കാരാ, ഏത് സമസ്തക്കാരാ? ചിന്തിക്കണേ. കുടുംബബന്ധം ചേർക്കുന്നത് അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ് എന്ന് ഖദീജ ബീവിയെ ആരാ പഠിപ്പിച്ചത്? അങ്ങ് പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ഈ പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന വിഷയം ഖദീജ ബീവിയെ ആരാ പഠിപ്പിച്ചത്?
അങ്ങ് സാധുവിന്റെ ഭാരം ചുമക്കുന്നു, അതും അല്ലാഹുക്ക് വലിയ ഇഷ്ടമാ. അല്ല ഏതാ? നബി പറയണ്ടേ ഖദീജ, നീ പറയുന്ന അല്ലയല്ല ഖദീജ ഞാൻ പരിചയപ്പെടുത്തിയത് എന്ന് റസൂല് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് ഉദ്ധരിച്ച ഒരൊറ്റ റിപ്പോർട്ടറും ഒരൊറ്റ മുഹദ്ദിസും ആ അല്ല വേറെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ എന്റെ തെളിവാ. മൂന്നാമത്തെ തെളിവ് ഉജ്ജ്വലമാണ്, ഉജ്ജ്വലമാണ്, ചിന്തിക്കുന്നവർക്ക് ശ്രേയസ്കരമാണ്. നബിയുടെ ബാപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. അബ്ദുള്ള എന്ന് ബാപ്പാന്റെ പേര്. നോക്കണേ നിങ്ങള്, തിരൂരിലെ അബ്ദുറഹ്മാൻ ഖാന്റെ മോന്റെ പേര് അബ്ദുള്ള എന്ന് പറഞ്ഞാ നമ്മൾ ഉടനെ മനസ്സിലാക്കും അതൊരു മുസ്ലിമാ. നേരെ മറിച്ച് നബിയുടെ ഉപ്പ അബ്ദുള്ള, നബിയുടെ വല്യാപ്പ ആ മുസ്ലിമാണോ? ചിന്തിക്കണേ. പേരിട്ടത് അബ്ദുള്ള എന്ന്. സ്വന്തം മകന് അബ്ദുള്ള എന്ന് പേരിടാൻ മാത്രം ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ് എന്നവർ വിശ്വസിച്ചിരുന്നു എന്ന് നിഷേധിക്കാൻ കഴിയില്ല, ഞഞ്ഞം മിഞ്ഞം പറയാൻ കഴിയില്ല, ദുർവ്യാഖ്യാനിക്കാൻ കഴിയില്ല, ആർക്കും നിഷേധിക്കാനാവില്ല. നബിയുടെ ബാപ്പ നബി വരുന്നതിന് മുമ്പാ മരിച്ചു പോയി. ആ മകനെ അദ്ദേഹത്തിന്റെ നബിയുടെ വല്യാപ്പ അബ്ദുള്ള എന്ന് പേരിടണമെങ്കിൽ എന്തേ? പ്രിയപ്പെട്ടവരെ, അൽ ബിദായത്തു വന്നിഹായയിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയ ശ്രദ്ധേയമായ പോയിന്റുകളിൽ ഒന്നതാ. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം, ആമിന ബീവി റസൂലുള്ളാഹിനെ പ്രസവിച്ചപ്പോ ആ മകനെ വാരിയെടുത്തു അത്രേ. വാരിയെടുത്തിട്ട് വല്യാപ്പ അൽഹംദുലില്ലാഹില്ലദീ അഅതാനി, പഠിച്ചവനെ എനിക്ക് ഈ കുട്ടിയെ നൽകിയ നിനക്കാണ് റബ്ബേ സ്തുതി എന്ന് പാടിയത്രേ. സംസം കിണർ മൂടിപ്പോവുകയും ആ സംസം കിണർ ഇങ്ങനെ വടികൊണ്ട് കുത്തി വെള്ളം ഇങ്ങനെ ചീറ്റിയപ്പോ അൽഹംദുലില്ലാ എന്ന് അദ്ദേഹം പറഞ്ഞതായി അൽ ബിദായത്തു വന്നിഹായയിൽ രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ കാബാലയം അലന്തര കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന അധ്യായത്തിന്റെ തഫ്സീറിൽ പരിശുദ്ധ കാബ പൊളിക്കാൻ വരുമ്പോ നബിയുടെ വല്യാപ്പ പറയുന്നു അത്രേ, അല്ലാഹുവിന്റെ കാബാലയം അതവൻ സംരക്ഷിക്കുന്നതാണ്. എന്റെ ഒട്ടകമാവട്ടെ, അത് സംരക്ഷിക്കേണ്ടത് ഞാനാണ്. ഇത് റബ്ബിന്റെ ഭവനമാണ്. അപ്പൊ അവർ അല്ലാഹുവിൽ വിശ്വസിച്ചു പോയി. തെളിവ് ആറാമത്തതാണ്. ചിന്തിക്കണേ, അവര് ഹജ്ജ് ചെയ്തിരുന്നു. അൽഹാജി അബൂജൽ, അൽഹാജി അബൂ സുഫിയാൻ. പക്ഷേ അവരുടെ ഹജ്ജിൽ ശിർക്കുണ്ടായിരുന്നു. ഇന്നത്തെ മനുഷ്യരെ പോലെ തന്നെ ശിർക്കുണ്ടായിരുന്നു, ബിദ്അത്തുണ്ടായിരുന്നു അവരുടെ ഹജ്ജിൽ പരിഷ്കരണമുണ്ടാക്കി. 50 പരിഷ്കരണങ്ങൾ എന്റെ ശ്രദ്ധയിൽ തന്നെ വന്നിട്ടുണ്ട്. ഖുർആനിലൂടെ ഹദീസിലൂടെ കടന്നുപോയപ്പോ 50 പരിഷ്കരണങ്ങൾ ഞാൻ പോയിന്റായി 50 പോയിന്റുകളായി എഴുതി വെച്ചിട്ടുണ്ട്. അവര് ഹജ്ജ് ചെയ്തിരുന്നു. അതുകൊണ്ടാ യാ ബനി ആദമ ഖുദൂ സീനത്തുകും മിൻ കുല്ലി മസ്ജിദിൻ, ആദമിന്റെ പുത്ര നഗ്നനാവല്ലേ, നഗ്നനായി തവാഫ് ചെയ്യല്ലേ. രാത്രി സ്ത്രീകൾ നഗ്നരായിട്ട്, പകല് പുരുഷന്മാർ നഗ്നരായിട്ട് അത് ചെയ്യല്ലേ, വസ്ത്രം ധരിക്കണേ എന്ന് അല്ലാഹു അവരെ പഠിപ്പിക്കുന്നു. 7-ാം അധ്യായം 31-ാമത്തെ വചനമാണ്. ഓർക്കണേ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ. ആ പിതാക്കന്മാരെ ഓർക്കുന്നതിനേക്കാൾ ശക്തമായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട കാതലായ കാര്യങ്ങളിൽ ഒന്നായത്. അതുകൊണ്ട് തന്നെ ശിർക്ക് വരാതെ സൂക്ഷിക്കണേ. അപ്പൊ ഖദീജ ബീവിക്ക് റസൂല് വരുന്നതിന് മുമ്പ് അല്ലാഹനെ പരിചയമുണ്ട്. ആ അള്ളയാരാ? ആ അള്ള തന്നെയാണ് റസൂല് പരിചയപ്പെടുത്തിയത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വചനങ്ങളിൽ 2 വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 2 വചനങ്ങൾ ഈ വിഷയകമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കേൾക്കണേ നിങ്ങൾ ആ വചനം. ഖുർആനിലെ 10-ാം അധ്യായത്തിലെ ഒരു വചനമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണേ. അതിലെ ഒരു വചനത്തിൽ നിങ്ങൾ കേട്ടോ, 10-ാം അധ്യായം. ആ അധ്യായത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല 31-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു السمع والابصار ومن يخرج